ആരാ പയറുപൊടി കഴിയിട്ട് വരും, ഒരു കാര്യം പറയാനുണ്ട്. ഭയങ്കര സീനാ മൊത്തത്തിൽ, ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സീനാണ്. നിന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ കേസ്, അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. എപ്പം വേണമെങ്കിലും ജയിലിലാകാം. ഏത് നിമിഷവും എന്നെ തേടി പോലീസ് വരാം. ജയിലിലാകാം മീൻസ് ഒരിക്കലും ഡ്രഗിന്റെ കേസിനോ ഇതിനോ ഞാൻ ജയിലിലാവൂല. അത് ശരി. പോക്കർത്തരം കാണിച്ചിട്ട് തല്ലുകൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊരു തരം മറ്റേ ഏർപ്പാടല്ലേ. കാരണം അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഓൻ്റെ കൂടെ ഒന്ന് ഓൻ തന്ന അടിച്ചല്ലാണ്ട് ഞാൻ അതിന് ശേഷം ഞാനത് ഉപയോഗിച്ചിട്ടില്ല. അന്തണം വെന്താലും പൂണൂല് വേവൂല എന്ന് പറഞ്ഞ പോലെ അയൽവേ തന്റെ കാര്യം. എന്തായാലും ഒരു 5-10 കേസും കാര്യങ്ങളൊക്കെ എന്തായാലും വരും. അതൊക്കെ കൊലപാതകത്തിന് തുല്യമായ പണികളല്ലയോ ഒപ്പിച്ചുകൊണ്ട് വരുന്നത്. പിന്നെ 18-ന് മുകളിലുള്ള ഒരു 4 പെൺപിള്ളേരെ അബോർഷന്റെ അടക്കം ഡീറ്റെയിൽസും റെക്കോർഡ് അടക്കം കിട്ടിയിട്ടുണ്ട്. അയ്യോ നാണ് പറയുന്നില്ലേ, നമ്മളത് പോയി ആനന്ദനോട് പറഞ്ഞ് പിന്നെ അത് വഴക്കായി. അയ്യോ നമ്മളില്ലേ. വേറെ കുറെ കാര്യങ്ങളുണ്ട്, പറയാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. എല്ലാം പിന്നാലെ പറയാം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് മൊത്തത്തില്. ടെൻഷൻ അടിച്ച് നമ്മൾ ചെയ്ത തെറ്റെന്താന്ന് പറഞ്ഞാൽ ഉള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് തുറന്ന് കാണിച്ചു കൊടുത്തു. അതാണ് ഇക്കാലത്ത് ആർക്കൊരു ഉപകാരം ചെയ്യാൻ പാടില്ല എന്ന് പറയണേ. വഴിതെറ്റി കറങ്ങിയപ്പോ വഴി കാട്ടി കൊടുത്തത് കുറ്റമായി. നമുക്ക് കിട്ടുന്നത് മൊത്തം നെഗറ്റീവും കാര്യങ്ങളും മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അതിപ്പം പേഴ്സണലി ആണെങ്കിലും ഫാമിലിയിലാണെങ്കിലും. പറയുന്ന പറച്ചിൽ കേട്ടപ്പോ ഞാൻ വിചാരിച്ച അത്ര ഇൻഫ്ലുവൻസ് എനിക്ക് ഈ സ്ഥലത്തിൽ ഇപ്പോഴേ മനസ്സിലായത്. പിന്നെ അനാൻഷാനോട് എനിക്ക് പറയാനുള്ളത്, സോറി ബ്രോ, ഈ പറഞ്ഞ പോലെ പിന്നെ കുണ്ടെന്ന് പറയുന്ന കാര്യം അത് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കണം. കാരണം ഞാൻ ഇന്നേ വരെ കുണ്ടം കളിച്ചിട്ടില്ല. താന്താങ്ങളുടെ ഹൃദയം താന്താങ്ങൾക്കല്ലേ അറിയാൻ പാടുള്ളൂ. എന്താ ശരിയല്ലേ? ശരിയാണ്. കുണ്ടനായ ഞാൻ എന്തിനാ വീഡിയോ കണ്ടിട്ട് അത് മാസ്റ്റർബേറ്റ് ചെയ്യുന്നത്? ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിച്ചാൽ മതി. നീ ഇവിടെ ഇങ്ങനെ ഇരുന്നാലോചിക്ക, ഞാൻ ഇങ്ങനെ ഇവിടെ കിടന്നാലോചിക്കാം. എങ്ങനെ മൈൻഡ് എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയാത്തോണ്ട ചിരിക്കാനോ കരയാനോ ഉറങ്ങാനോ ഫുഡ് കഴിക്കാനും പോലും പറ്റുന്നില്ല. കണ്ടകശനി കൊണ്ടേ പോകുന്നൊരു ചൊല്ലുണ്ട്, ഇത് നിന്നെയും കൊണ്ടേ പോകും. എൻ്റെ ചാനൽ എന്തായാലും പോകും, ഒരാഴ്ചക്കുള്ളിൽ ചാനൽ പോകും. പിന്നെ മിക്കവാറും ജയിലിലാവും. നീ കുറച്ചുകൂടി സംയമനം പാലിക്കേണ്ടതായിരുന്നു. ഇതിനെന്തോന്ന് പാലിക്കാൻ? ഇല്ല ഈസനി, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത് വിട്ടു. എനിക്കിതില് ഇല്ല, എനിക്ക് തന്നെ ആരെ കുറിച്ചും ഒന്നും പറയണമെന്നില്ല. അപ്പൊ അതിനൊരു തീരുമാനമായി. അപ്പൊ ഞാൻ വരാണ്ടി. ആകാശത്തേക്ക് നോക്കൂ, ഒരു പർവ്വ